ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു നാടൻ പലഹാരമാണ് ഡയമണ്ട് കട്ട്സ്. നമുക്കിത് 2 ഫ്ലേവറിൽ ഇന്ന് തയ്യാറാക്കാം. അതിനായി 2 തരത്തിൽ മാവ് തയ്യാറാക്കി വയ്ക്കാം. ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ മൈദയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി, ഒപ്പം ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എള്ള്, 2 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് പരുവത്തിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കുഴച്ച് വെക്കുന്നത് മധുരം ചേർത്തുണ്ടാക്കാനായിട്ട്. അങ്ങനെ ആ മാവ് നല്ലവണ്ണം കുഴച്ച് പരുവത്തിലാക്കി മാറ്റി വെച്ച ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എള്ള് എന്നിവ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിൽ അതും മാറ്റി. അങ്ങനെ 2 രീതിയിൽ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ശേഷം ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. എന്നാൽ ചപ്പാത്തിയുടെ അത്രയും കനം വേണ്ടതാനും കുറച്ച് കനം കുറച്ച് തന്നെ മാവൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഞാൻ ഇതൊരു മുറത്തിലേക്ക് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം പരത്തി വെച്ച് കൊടുക്കുവാണേ. അങ്ങനെ അതെല്ലാം പരത്തി വെച്ച ശേഷം മുളക് പൊടി ചേർത്ത മാവും കൂടി നമ്മൾ ഇതേ കനത്തിൽ തന്നെ പരത്തി വയ്ക്കുവാണ്. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് മൈദാപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കാം. അത് കുഴപ്പമില്ല കേട്ടോ. പരത്തി വെച്ച ഷീറ്റൊന്ന് നല്ല പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. പരത്തി വെച്ചത് മുഴുവനോടെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ നിൽക്കേണ്ട. എണ്ണയിലേക്ക് ഇടാൻ ആവശ്യമായത് മാത്രം എടുത്ത് കട്ട് ചെയ്യുക. അങ്ങനെ എണ്ണ നല്ല പോലെ ചൂടായ ശേഷം കട്ട് ചെയ്ത ഡയമണ്ട്സ് എല്ലാം ഇടാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗോൾഡിഷ് കളറിലേക്ക് വരുമ്പോൾ ഡയമണ്ട്സ് പാകമായി. അപ്പോൾ അതെല്ലാം കോരിയെടുത്ത ശേഷം സ്പൈസി ഡയമണ്ട് കട്ട്സിനുള്ളത് ഒരുക്കി വെച്ചതും കൂടെ നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുവാണ്. അതും ആ സമയം തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര പാനിയാക്കാം. ഒരൽപ്പം വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതൊന്ന് നൂൽ പരുവമാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാനി നൂൽ പരുവമായ ശേഷം മാത്രമേ ഡയമണ്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നൂൽ പരുവമായ ശേഷം ഡയമണ്ട്സ് ഇട്ട് കൊടുത്ത് ചെറുതീയിൽ ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഡ്രൈ ആകുന്നിടം വരെ നമുക്ക് തീയിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാമേ. കരിഞ്ഞൊന്നും പോവത്തില്ല. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഡയമണ്ട്സ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആകുന്നിടം വരെ തന്നെ തീയിൽ വെച്ച് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഡയമണ്ട്സ് എല്ലാം പാകമായി. അപ്പോൾ അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരു സ്നാക്സ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.